ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന ജനുവരി 30-ാം തീയതി വ്യാഴാഴ്ചയോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത്. എതിരാളികൾ മറ്റാരുമല്ല, ചെന്നൈയിൻ എഫ് സി തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഇറക്കാനുള്ള ലൈനപ്പൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടിലും പോയിന്റ് ടേബിളിൽ പുറകിലാണ് ഇപ്പോൾ ചെന്നൈയിൻ എഫ് സി നിലകൊള്ളുന്നത്. ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വിജയ പ്രതീക്ഷകൾ ഏറെയുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയും ഇതുവരെ 22 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ 7 ചെന്നൈയിൻ എഫ് സി വിജയിച്ചിട്ടുള്ളത്. 6 ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായിട്ടുണ്ട്. 9 മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒരു 22 മത്സരങ്ങളിൽ നിന്ന് 29 ഗോളുകൾ മാത്രമാണ് ചെന്നൈയിൻ എഫ് സി ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് അടിച്ചുകൂട്ടിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 31 ഗോളുകൾ ചെന്നൈയിൻ എഫ് സിയുടെ വലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കണക്കിന്റെ കാര്യങ്ങളിലൊക്കെ വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ 4-2-3-1 എന്നൊരു ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിക്കെതിരെയും ഇറങ്ങുക. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നമുക്ക് സച്ചിൻ സുരേഷിനെ പ്രതീക്ഷിക്കാം. ഡിഫൻസിൽ 2 സെന്റർ ബാക്ക് പൊസിഷനിൽ ഹോൺ പാമിനെയും അതുപോലെ തന്നെ മിലോസിനെയും പ്രതീക്ഷിക്കാം. റൈറ്റ് ബാക്കിൽ ഐബൺ ഹോളിംഗ് എത്തും. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് നവാച്ച സിംഗും ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഡിഫൻസീവ് ലൈനപ്പാകും ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഇറക്കുക. ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആയിക്കൊണ്ട് വിപിൻ മോഹനനും ഫ്രെഡിയും ഉണ്ടാകും. അതുപോലെ തന്നെ അറ്റാക്കർ ആയിക്കൊണ്ട് വിങ് ഫോർവേഡുകളിൽ നോഹ സദോരിയും അതുപോലെ തന്നെ കോറോ സിംഗും ഉണ്ടാകും. ഇവർക്കൊപ്പം നമുക്ക് അഡ്രിയാൻ ലൂണയും പ്രതീക്ഷിക്കാം. ഗോൾ അടിക്കാനായിക്കൊണ്ട് മുന്നേറ്റ നിരയിൽ ഏക സ്ട്രൈക്കർ ആയിക്കൊണ്ട് നമുക്ക് സ്പാനിഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസിനെയും പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള ലൈനപ്പാകും ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഇറക്കാൻ സാധ്യതകൾ കാണുന്നത്. ഈ ലൈനപ്പിൽ എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം. ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.